കുമരകം വേമ്പനാട്ടുകായലിൻ്റെ ഓളപ്പരപ്പുകളിൽ കാറ്റും നിലാവും കഥ പറയുന്ന ഒരു സുന്ദരമായ നാടാണ് കുമരകം. എന്നാൽ കാലം കുറച്ച് പിന്നോട്ട് സഞ്ചരിച്ചാൽ നാം ഇന്ന് കാണുന്ന ഈ പച്ചപ്പൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. കൊടിയ വനവും മുതലകളും വിരച്ചിരുന്ന ഭയാനകമായ ചതുപ്പുനിലങ്ങളും മാത്രമായിരുന്നു ഒരു കാലത്ത് കുമരകം. കുമാരമംഗലം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യൻ എന്നാണ് ഈ നാടിന് ഈ പേര് ലഭിച്ചതെന്ന് പഴമക്കാർ പറയുന്നു. കുമാരന്റെ വാസസ്ഥലം അഥവാ കുമരന്റെ അകം യഥാക്രമത്തിൽ കുമരകമായി മാറുകയായിരുന്നു. 1847 ഒരു ഇംഗ്ലീഷുകാരന്റെ വരവോടെയാണ് കുമരകത്തിന്റെ തലവര ശരിക്കും മാറുന്നത്. ഹെൻറി ബേക്കറുടെ മകൻ ആൽഫ്രഡ് ബേക്കർ ആയിരുന്നു അത്. കാർഷികാവശ്യത്തിനായി അന്നത്തെ തിരുവിതാംകൂർ രാജാവിൽ നിന്നും 500 ഏക്കർ ചതുപ്പ് നിലം അദ്ദേഹം പാട്ടത്തിനായി എടുത്തു. അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. പ്രാദേശിക തൊഴിലാളികളെ വെച്ച് കായലിന്റെ അടിത്തട്ടിൽ നിന്നും ചെളിയും മണ്ണും കുഴിച്ചെടുത്ത് കിലോമീറ്ററുകളോളം അദ്ദേഹം ചെറിയ ചിറകൾ കെട്ടി. അക്ഷരാർത്ഥത്തിൽ കായലിൽ നിന്നും കുമരകം എന്ന ഗ്രാമത്തെ അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. അദ്ദേഹം പണി കഴിപ്പിച്ച ബേക്കർ ബംഗ്ലാവ് ഇന്നും ആ പ്രതാപകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായി കായൽ തീരത്ത് തലയുയർത്തി നിൽപ്പുണ്ട്. ആണ് ഇപ്പോൾ ലോകപ്രശസ്തമായ കുമരകം താജ്. വെറുമൊരു കർഷകൻ മാത്രമായിരുന്നില്ല ബേക്കർ, മറിച്ച് പ്രകൃതിയെ അന്ധമായി സ്നേഹിച്ച ഒരാൾ കൂടിയായിരുന്നു. താൻ നികത്തിയെടുത്ത ഭൂമിയുടെ 10 ഏക്കറോളം വരുന്ന പ്രദേശം അദ്ദേഹം വെറുതെ ഇടുകയും അവിടെ കണ്ടൽക്കാടുകളും മറ്റു മരങ്ങളും നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ആ മരക്കൂട്ടത്തിലേക്ക് സൈബീരിയയിൽ നിന്നുൾപ്പെടെ ദേശാടന പക്ഷികൾ കൂട്ടത്തോടെ വരാൻ തുടങ്ങി. അതാണ് നാം ഇന്ന് കാണുന്ന ലോകപ്രശസ്തമായ കുമരകം പക്ഷി സങ്കേതം. ബേക്കർ സാഹിബിന്റെ കാലത്തിന് ശേഷം കുമരകം പതുക്കെ പൂർണ്ണമായൊരു കാർഷിക ഗ്രാമമായി വളർന്നു. സമുദ്രത്തിൽ നിന്ന് താഴെ കിടക്കുന്ന പാടശേഖരങ്ങളിൽ അവർ പൊന്നു വിളയിച്ചു. രാപ്പകൽ ഭേദമില്ലാതെ കായലിൽ വീഴപ്പൊഴുക്കിയ കർഷകരും മത്സ്യത്തൊഴിലാളികളും ഈ നാടിന്റെ ജീവനാഡിയായി മാറി. കരിമീനും കൊഞ്ചും കള്ളും കുമരകത്തിന്റെ തനതു രുചിയായി സഞ്ചാരികളെ കൊതിപ്പിച്ചു. കായലിന്റെ ഉപ്പുവെള്ളം തടയാൻ പിന്നീട് തണ്ണീർമുക്കം ബണ്ട് വന്നതോടുകൂടി ഈ നാടിന്റെ കാർഷിക മേഖല കൂടുതൽ സമ്പന്നമായി. 90കൾ വരെ കേരളത്തിന്റെ സാധാരണ ഗ്രാമങ്ങളിലൊന്നായിരുന്നു കുമരകം. എന്നാൽ കെട്ടുവള്ളങ്ങളുടെ വരവ് കുമരകത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ചു. പണ്ട് കുട്ടനാട്ടിൽ നിന്നും ആലപ്പുഴയിലേക്ക് ചരക്കുകൾ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന കെട്ടുവള്ളങ്ങൾ ആഡംബര ഹൗസ് ബോട്ടുകളായി മാറിയതോടെ ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ആ ശാന്തത തേടിയെത്തി. 2000 ആണ്ടിൽ മുൻ പ്രധാനമന്ത്രി AB വാജ്പേയി കുമരകത്തെത്തിയതും അദ്ദേഹത്തിന്റെ വിഖ്യാതമായ കുമരകം ഡയറി എഴുതിയതും ഈ നാടിന്റെ ആഗോള വിനോദസഞ്ചാര ഭൂപടത്തെ നെറുകയിലെത്തിച്ചു. ഇന്ന് കുമരകം വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും നേർക്കാഴ്ച കൂടിയാണ്. കായലോളങ്ങൾ തലോടുന്ന ഈ മണ്ണിൽ ചരിത്രവും പ്രകൃതിയും ഇന്നും കൈകോർത്ത് നിൽക്കുന്നു. ഇതാണ് നമ്മളുടെ സുന്ദരമായ കുമരകം.